Hello, once again, welcome back to Plus Lane. In the video, discuss Plus One Business Studies in Day. മോഡൽ എക്സാമിന് നിങ്ങൾ ഉറപ്പായും പഠിച്ചിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഏതെല്ലാമാണെന്ന് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് സ്റ്റുഡൻസ് തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം നിങ്ങൾ പ്ലസ് വൺ പ്ലസ് ടു എക്സാമിന് ആവശ്യമായിട്ടുള്ള എല്ലാ സബ്ജക്റ്റിന്റെയും മോസ്റ്റ് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ്, പ്രീവിയസ് ക്വസ്റ്റ്യൻസ്, ചാപ്റ്റർ സ്റ്റഡീസ്, 1 മാർക്ക് ക്വസ്റ്റ്യൻസ് കൂടാതെ ലൈവ് ക്ലാസ്സുകൾ തികച്ചും സൗജന്യമായി നിങ്ങളിലേക്ക് എത്തിയ വീഡിയോ ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിങ്ങളുടെ സംശയങ്ങൾ കമന്റ് രേഖപ്പെടുത്തുകയും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ഫ്രണ്ട്സിനെ കൂടെ ഷെയർ ചെയ്യാൻ നേരെ വീഡിയോയിലേക്ക്. ഫസ്റ്റ് ചാപ്റ്റർ ബിസിനസ്, ട്രേഡ് ആൻഡ് കൊമേഴ്സ്. ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പ്രധാനപ്പെട്ട 3 ക്വസ്റ്റ്യൻസ് ആണ് പഠിക്കാനുള്ളത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ബിസിനസ് ആൻഡ് ഇറ്റ്സ് ക്ലാസിഫിക്കേഷൻ. എന്താണ് ബിസിനസ്? ബിസിനസിന്റെ ക്ലാസിഫിക്കേഷൻ നമുക്കറിയാം. ബിസിനസ് രണ്ടായി തരംതിരിക്കുന്നുണ്ട്, ഇൻഡസ്ട്രി എന്നും കൊമേഴ്സ് എന്നും വരുന്നുണ്ട്. അപ്പം അവയുടെ സബ് ക്ലാസിഫിക്കേഷൻ എല്ലാം വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ടതാണ്, ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ബിസിനസ് റിസ്ക് ആൻഡ് ഇറ്റ്സ് കോസസ്. എന്താണ് ബിസിനസ് റിസ്ക്? ബിസിനസ് റിസ്കിന്റെ കാരണങ്ങൾ എന്തെല്ലാമാണെന്നും പഠിച്ചിരിക്കണം, അതും ഇമ്പോർട്ടന്റ് ആയിട്ടൊരു ക്വസ്റ്റ്യൻ ആണ്. തേർഡ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദ ഫാക്ടേഴ്സ് കൺസിഡേർഡ് ബിഫോർ സ്റ്റാർട്ടിങ് എ ബിസിനസ്. ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പേ എന്തെല്ലാം ഫാക്ടേഴ്സ് ആണ്, എന്തെല്ലാം ഘടകങ്ങളാണ് പരിഗണിക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ പഠിച്ചു വെച്ചിരിക്കണം, അതും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഈ 3 ക്വസ്റ്റ്യൻസ് കൂടാതെ അഡീഷണൽ ആയിട്ട് നിങ്ങൾ 3 ക്വസ്റ്റ്യൻസ് കൂടെ നോക്കി വെച്ചിരിക്കണം. ക്വസ്റ്റ്യൻ ഇതാണ്: വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ബിസിനസ്? ബിസിനസിന്റെ സവിശേഷതകൾ എന്തെല്ലാമാണെന്ന് പഠിക്കുക. സെക്കൻഡ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദ മൾട്ടിപ്പിൾ ഒബ്ജക്റ്റീവ്സ് ഓഫ് ബിസിനസ്. ബിസിനസിന്റെ വിവിധ തരത്തിലുള്ള ലക്ഷ്യങ്ങൾ എന്തെല്ലാമാണെന്ന് പഠിച്ചു വെച്ചിരിക്കണം. തേർഡ് ക്വസ്റ്റ്യൻ, ബിസിനസ്, പ്രൊഫഷൻ, എംപ്ലോയ്മെന്റ്. ഇവിടെ ഡിഫറൻസും പഠിച്ചിരിക്കണം. എന്താണ് ബിസിനസ്, എന്താണ് പ്രൊഫഷൻ, എന്താണ് എംപ്ലോയ്മെന്റ്, ഇവ തമ്മിലുള്ള കമ്പാരിസണും ചോദിക്കാറുണ്ട്, അല്ലെങ്കിൽ ഡിഫറൻസ് ചോദിക്കാറുണ്ട്. അപ്പോൾ അതും പഠിച്ചു വെച്ചിരിക്കുക. നെക്സ്റ്റ്, സെക്കൻഡ് ചാപ്റ്റർ, ഫോംസ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ. ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പ്രധാനപ്പെട്ട 2 ക്വസ്റ്റ്യൻസ് ആണ് പഠിക്കാനുള്ളത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ സോൾ പ്രൊപ്പറേറ്റർഷിപ്പ്, പാർട്ണർഷിപ്പ്, കോപ്പറേറ്റീവ് സൊസൈറ്റി, ജോയിന്റ് സ്റ്റോക്ക് കമ്പനി, ജോയിന്റ് ഹിന്ദു ഫാമിലി ബിസിനസ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ചാപ്റ്റർ ആണ്. ഇതിനകത്ത് ഇതെല്ലാ കാര്യങ്ങളും, അതായത് വേരിയസ് ഫോംസ് ഓഫ് ഓർഗനൈസേഷൻ എല്ലാം വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ടതാണ്. എന്താണ് സോൾ പ്രൊപ്പറേറ്റർഷിപ്പ്, പാർട്ണർഷിപ്പ്, കോപ്പറേറ്റീവ് സൊസൈറ്റി, ജോയിന്റ് സ്റ്റോക്ക് കമ്പനി, ജോയിന്റ് ഹിന്ദു ഫാമിലി ബിസിനസ് എന്തെല്ലാമാണ്, അവയുടെ ഫീച്ചേഴ്സ്, മെറിറ്റ്സ്, ലിമിറ്റേഷൻസ് എല്ലാം പഠിക്കണം. വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. ഒരു പക്ഷേ നമുക്ക് സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് എന്താണ്, അവയുടെ ഫീച്ചേഴ്സ്, മെറിറ്റ്സ്, ലിമിറ്റേഷൻസ് ആയിരിക്കും ചോദിക്കുന്നത്. അടുത്തൊരു എക്സാമിന് തിരിച്ച് കോപ്പറേറ്റീവ് സൊസൈറ്റിയിലേക്ക് അല്ലെങ്കിൽ ജോയിന്റ് ഹിന്ദു ഫാമിലി ബിസിനസ് ഇങ്ങനെ മാറി മാറി ചോദിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ഇതെല്ലാം, അതായത് വേരിയസ് ഫോംസ് ഓഫ് ഓർഗനൈസേഷൻ എല്ലാം വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. അവയുടെ ഫീച്ചേഴ്സ്, മെറിറ്റ്സ്, ലിമിറ്റേഷൻ ഒക്കെ വെരി വെരി ഇമ്പോർട്ടന്റ്. ഓക്കെ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ പാർട്ണർഷിപ്പ് ഡീഡ് ആൻഡ് ഇറ്റ്സ് കണ്ടന്റ്. അപ്പോൾ എന്താണ് പാർട്ണർഷിപ്പ് ഡീഡ് എന്നും പാർട്ണർഷിപ്പ് ഡീഡിന്റെ കണ്ടന്റ്സ് എന്തെല്ലാമാണെന്നും പഠിച്ചിരിക്കേണ്ടതാണ്. ഇതും ഇമ്പോർട്ടന്റ് ആയിട്ട് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഈ 2 ക്വസ്റ്റ്യൻസ് കൂടാതെ അഡീഷണൽ ആയിട്ട് നിങ്ങൾ ഒരു ക്വസ്റ്റ്യൻ കൂടെ നോക്കി വെച്ചിരിക്കുക. ക്വസ്റ്റ്യൻ ഇതാണ്: ഡിഫറൻസ് ബിറ്റ്വീൻ പ്രൈവറ്റ് കമ്പനി ആൻഡ് പബ്ലിക് കമ്പനി. ഒരു പ്രൈവറ്റ് കമ്പനിയും അതുപോലെ തന്നെ പബ്ലിക് കമ്പനിയും തമ്മിലുള്ള വ്യത്യാസം എന്തെല്ലാമാണെന്നും അറിഞ്ഞിരിക്കുക. ഓക്കെ. നെക്സ്റ്റ്, തേർഡ് ചാപ്റ്റർ ആണ് പ്രൈവറ്റ്, പബ്ലിക് ആൻഡ് ഗ്ലോബൽ എന്റർപ്രൈസസ്. ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പ്രധാനപ്പെട്ട 2 ക്വസ്റ്റ്യൻസ് ആണ് പഠിക്കാനുള്ളത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ഡിപ്പാർട്ട്മെന്റ് അണ്ടർടേക്കിംഗ്സ്, സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷൻ, ഗവൺമെന്റ് കമ്പനി. അപ്പോൾ എന്താണ് ഡിപ്പാർട്ട്മെന്റ് അണ്ടർടേക്കിംഗ്സ് പഠിക്കണം. അതുപോലെ തന്നെ എന്താണ് സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷൻ, എന്താണ് ഗവൺമെന്റ് കമ്പനി എന്നും അവയുടെ ഫീച്ചേഴ്സും മെറിറ്റ്സ്, ലിമിറ്റേഷനും ഇമ്പോർട്ടന്റ് ആണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ഗ്ലോബൽ എന്റർപ്രൈസസ് ആൻഡ് ഇറ്റ്സ് ഫീച്ചേഴ്സ്, ലിമിറ്റേഷൻസ് ആൻഡ് മെറിറ്റ്സ്. അപ്പോൾ എന്താണ് ആഗോള സംരംഭങ്ങൾ, എന്താണ് ഗ്ലോബൽ എന്റർപ്രൈസസ് എന്നും അവയുടെ ഫീച്ചേഴ്സ്, സവിശേഷതകൾ എന്തെല്ലാമാണ്, അവയുടെ മെറിറ്റ്സും മേന്മകൾ എന്തെല്ലാമാണ്, അവയുടെ ലിമിറ്റേഷൻസ്, പോരായ്മകൾ എന്തെല്ലാമാണെന്നും പഠിക്കുക. നെക്സ്റ്റ്, ഫോർത്ത് ചാപ്റ്റർ, ബിസിനസ് സർവീസസ്. ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പ്രധാനപ്പെട്ട 2 ക്വസ്റ്റ്യൻസ് ആണ് പഠിക്കാനുള്ളത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദ ഫങ്ഷൻസ് ഓഫ് കൊമേഴ്ഷ്യൽ ബാങ്ക് ആൻഡ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ബാങ്ക്. അതായത് കൊമേഴ്ഷ്യൽ ബാങ്കിന്റെ ഫങ്ഷൻസ്, ധർമ്മം എന്താണ്, അതുപോലെ തന്നെ വിവിധ തരത്തിലുള്ള ബാങ്കുകൾ ഏതൊക്കെയാണെന്ന് പഠിച്ചിരിക്കണം. 8 മാർക്കിന് പ്രതീക്ഷിക്കുന്ന ഒരു ചോദ്യമാണ്, നന്നായിട്ട് പഠിച്ചിരിക്കണം. സെക്കൻഡ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദ പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഷുറൻസ് ആൻഡ് ടൈപ്സ് ഓഫ് ഇൻഷുറൻസ് പോളിസീസ്. അപ്പോൾ എന്തെല്ലാമാണ് ഇൻഷുറൻസിന്റെ പ്രിൻസിപ്പിൾസ്, തത്വങ്ങളെന്നും അതുപോലെ തന്നെ വിവിധ തരത്തിലുള്ള ഇൻഷുറൻസ് പോളിസീസ് ഏതെല്ലാമാണ്, അതുപോലെ തന്നെ വിവിധ തരത്തിലുള്ള ലൈഫ് ഇൻഷുറൻസ് എന്തെല്ലാമാണെന്നും പഠിച്ചിരിക്കണം. 8 മാർക്കിന് പ്രതീക്ഷിക്കുന്ന ഒരു ചോദ്യമാണ്, ഇമ്പോർട്ടന്റ് വൺ. ഓക്കെ. അപ്പോൾ ഈ 2 ക്വസ്റ്റ്യൻസ് കൂടാതെ അഡീഷണൽ ആയിട്ട് നിങ്ങൾ ഒരു ക്വസ്റ്റ്യൻ നോക്കി വെച്ചിരിക്കുക. ക്വസ്റ്റ്യൻ ഇതാണ്: എക്സ്പ്ലെയിൻ ഇ ബാങ്കിങ് ആൻഡ് ഇറ്റ്സ് ബെനിഫിറ്റ്. എന്താണ് ഇ ബാങ്കിങ് അല്ലെങ്കിൽ എന്താണ് ഇലക്ട്രോണിക് ബാങ്കിങ് എന്നും ഇലക്ട്രോണിക് ബാങ്കിന്റെ ബെനിഫിറ്റ്സ്, നേട്ടങ്ങൾ എന്തെല്ലാമാണെന്നും പഠിക്കുക. നെക്സ്റ്റ്, ഫിഫ്ത്ത് ചാപ്റ്റർ, എമർജിംഗ് മോഡ്സ് ഓഫ് ബിസിനസ്. ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പ്രധാനപ്പെട്ട 2 ക്വസ്റ്റ്യൻസ് ആണ് പഠിക്കാനുള്ളത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഡിഫറൻസ് ബിറ്റ്വീൻ ട്രഡീഷണൽ ബിസിനസ് ആൻഡ് ഇ ബിസിനസ്. ട്രഡീഷണൽ ബിസിനസ്സും അതായത് പരമ്പരാഗത ബിസിനസ്സും ഈ ബിസിനസ് തമ്മിലുള്ള വ്യത്യാസം എന്തെല്ലാമാണെന്നും പഠിച്ചിരിക്കണം. സെക്കൻഡ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ഇ ബിസിനസ്, ഇറ്റ്സ് ബെനിഫിറ്റ്സ് ആൻഡ് ലിമിറ്റേഷൻ. എന്താണ് ഈ ബിസിനസ് എന്നും ഈ ബിസിനസിന്റെ ബെനിഫിറ്റ്സ്, നേട്ടം എന്താണ്, അതുപോലെ തന്നെ പോരായ്മകൾ, ലിമിറ്റേഷൻസ് എന്തെല്ലാമാണെന്നും പഠിക്കുക. ഓക്കെ. നെക്സ്റ്റ്, സിക്സ്ത് ചാപ്റ്റർ, സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഓഫ് ബിസിനസ് ആൻഡ് ബിസിനസ് എത്തിക്സ്. ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പ്രധാനപ്പെട്ട 2 ക്വസ്റ്റ്യൻസ് ആണ് പഠിക്കാനുള്ളത്.
ഫസ്റ്റ് ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഓഫ് എ ബിസിനസ്. അതായത് ഒരു ബിസിനസിന്റെ വിവിധ തരത്തിലുള്ള സോഷ്യൽ റെസ്പോൺസിബിലിറ്റി, സമൂഹത്തിനുള്ള കടപ്പാടുകൾ, ഉത്തരവാദിത്തങ്ങൾ എന്തെല്ലാമാണെന്ന് പഠിച്ചിരിക്കണം. അത് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ ഡിസ്കസ് ദ മേജർ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഓഫ് ബിസിനസ് ടുവേഴ്സ് ഷെയർ ഹോൾഡേഴ്സ്, കൺസ്യൂമേഴ്സ്, വർക്കേഴ്സ് ആൻഡ് ഗവൺമെന്റ്. അതായത് ഒരു ബിസിനസ് സ്ഥാപനത്തിന് അവരുടെ ഷെയർ ഹോൾഡേഴ്സിനോട്, അതുപോലെ അവരുടെ കൺസ്യൂമേഴ്സിനോട്, അവരുടെ വർക്കേഴ്സിനോട്, അതുപോലെ തന്നെ ഗവൺമെന്റിനോടുള്ള വിവിധ തരത്തിലുള്ള സോഷ്യൽ റെസ്പോൺസിബിലിറ്റീസ് എന്തെല്ലാമാണെന്നും പഠിച്ചിരിക്കണം. അപ്പോൾ ഈ രണ്ട് ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു ചാപ്റ്ററിലെ ഏറ്റവും പ്രധാനപ്പെട്ടത്. അപ്പോൾ ഇത് കൂടാതെ അഡീഷണൽ ആയിട്ട് നിങ്ങൾ രണ്ട് ക്വസ്റ്റ്യൻ നോക്കി വെച്ചിരിക്കുക. ക്വസ്റ്റ്യൻ ഇതാണ്: ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ദ കോസസ് ഓഫ് എൻവയോൺമെന്റൽ പൊല്യൂഷൻ ആൻഡ് നീഡ് ഫോർ പൊല്യൂഷൻ കൺട്രോൾ. അതായത് എൻവയോൺമെന്റൽ പൊല്യൂഷന്റെ കാരണങ്ങൾ, കോസസ് എന്തെല്ലാമാണെന്ന് പഠിക്കണം. അതുപോലെ തന്നെ മലിനീകരണ നിയന്ത്രണത്തിന്റെ ആവശ്യകത എന്തെല്ലാമാണെന്നും പഠിച്ചിരിക്കേണ്ടതാണ്, ഇമ്പോർട്ടന്റ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ബിസിനസ് എത്തിക്സ് ആൻഡ് എലമെന്റ്സ് ഓഫ് ബിസിനസ് എത്തിക്സ്. അപ്പൊ എന്താണ് ബിസിനസ് എത്തിക്സ് എന്നും അതുപോലെ തന്നെ ബിസിനസ് എത്തിക്സിന്റെ എലമെന്റ്സ്, ഘടകങ്ങൾ എന്തെല്ലാമാണെന്നും പഠിച്ചിരിക്കുക. ഓക്കെ, നെക്സ്റ്റ് 7th ചാപ്റ്റർ ഫോർമേഷൻ ഓഫ് എ കമ്പനി. ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പ്രധാനപ്പെട്ട രണ്ട് ക്വസ്റ്റ്യൻസ് ആണ് പഠിക്കാനുള്ളത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ വാട്ട് ഈസ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ ആൻഡ് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ ആൻഡ് ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ഇറ്റ്സ് കണ്ടന്റ്. എന്താണ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ എന്ന് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക. അതുപോലെ തന്നെ എന്താണ് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനും അതുപോലെ തന്നെ അവയുടെ കണ്ടന്റ്സ് എന്തെല്ലാമാണെന്നും ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനും അതുപോലെ തന്നെ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ തമ്മിലുള്ള വ്യത്യാസവും പഠിച്ചിരിക്കേണ്ടതാണ്, ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ പ്രൊമോട്ടർ ആൻഡ് ഇറ്റ്സ് ഫങ്ഷൻ. അപ്പൊ എന്താണ് പ്രൊമോട്ടർ, അതുപോലെ തന്നെ പ്രൊമോട്ടറിന്റെ ഫംഗ്ഷൻ എന്താണ്, പ്രൊമോട്ടറിന്റെ ധർമ്മം എന്തെല്ലാമാണെന്നും പഠിച്ചിരിക്കുക. അതും ഇമ്പോർട്ടന്റ് ആയ ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് 8th ചാപ്റ്റർ സോഴ്സസ് ഓഫ് ബിസിനസ് ഫിനാൻസ്. ഈ ഒരു ചാപ്റ്റർ നമുക്ക് പ്രധാനപ്പെട്ട 3 ക്വസ്റ്റ്യൻസ് ആണ് പഠിക്കാനുള്ളത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ദ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ദ ചോയ്സ് ഓഫ് ബിസിനസ് ഫിനാൻസ്. ബിസിനസ് ഫിനാൻസിന്റെ ചോയ്സിനെ അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ്, ഘടകങ്ങൾ എന്തെല്ലാമാണെന്നും പഠിച്ചിരിക്കണം, ഇമ്പോർട്ടന്റ് ആണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ ഡിഫറൻസ് ബിറ്റ്വീൻ ഷെയർ ആൻഡ് ഡിബെഞ്ചർ, എക്വിറ്റി ഷെയർ ആൻഡ് പ്രിഫറൻസ് ഷെയർ. ഓക്കെ, അപ്പം ഷെയറും ഡിബെഞ്ചറും തമ്മിലുള്ള വ്യത്യാസം എന്തെല്ലാമാണെന്ന് അറിഞ്ഞിരിക്കണം. അതുപോലെ ഇക്വിറ്റി ഷെയറും പ്രിഫറൻസ് ഷെയറും തമ്മിലുള്ള വ്യത്യാസം എന്തെല്ലാമാണെന്നൊക്കെ മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുണ്ട്, അപ്പോൾ അത് പഠിച്ചു വെച്ചിരിക്കുക. തേർഡ് ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ദ വേരിയസ് എക്സ്റ്റേണൽ സോഴ്സ് ഓഫ് ഫണ്ട് വിത്ത് മെറിറ്റ്സ് ആൻഡ് ലിമിറ്റേഷൻസ്. അതായത് വിവിധ തരത്തിലുള്ള എക്സ്റ്റേണൽ സോഴ്സ് ഓഫ് ഫണ്ട് എന്തെല്ലാമാണെന്നും അതുപോലെ തന്നെ അവയുടെ മെറിറ്റ്സ്, എക്സ്റ്റേണൽ സോഴ്സ് ഓഫ് ഫണ്ട് കൊണ്ടുള്ള മെറിറ്റ്സ് എന്തെല്ലാമാണ്, അവയുടെ പോരായ്മകൾ എന്തെല്ലാമാണെന്നും പഠിച്ചിരിക്കുക. ഓക്കെ, നെക്സ്റ്റ് 9th ചാപ്റ്റർ സ്മോൾ ബിസിനസ്. ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പ്രധാനപ്പെട്ട 2 ക്വസ്റ്റ്യൻ ആണ് പഠിക്കാനുള്ളത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ദ റോൾ ആൻഡ് പ്രോബ്ലംസ് ഫേസ്ഡ് ബൈ സ്മോൾ ബിസിനസ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ചെറുകിട ബിസിനസ് സ്ഥാപനങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ എന്തെല്ലാമാണ്, അതുപോലെ സ്മോൾ ബിസിനസിന്റെ റോൾ എന്തെല്ലാമാണെന്നും പഠിച്ചിരിക്കുക. സെക്കൻഡ് ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ കോട്ടേജ് ഇൻഡസ്ട്രീസ് ആൻഡ് ഇറ്റ്സ് ഫീച്ചേഴ്സ്. അപ്പൊ എന്താണ് കുടിൽ വ്യവസായം എന്നും കുടിൽ വ്യവസായത്തിന്റെ ഫീച്ചേഴ്സ്, സവിശേഷതകൾ എന്തെല്ലാമാണെന്നും പഠിച്ചിരിക്കുക. ഓക്കെ, നെക്സ്റ്റ് 10th ചാപ്റ്റർ ഇന്റേണൽ ട്രേഡ്. ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പ്രധാനപ്പെട്ട 3 ക്വസ്റ്റ്യൻസ് ആണ് പഠിക്കാനുള്ളത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഡിസ്ട്രിബ്യൂഷൻ ബിറ്റ്വീൻ ഡിപ്പാർട്ട്മെന്റൽ സ്റ്റോഴ്സ് ആൻഡ് മൾട്ടിപ്പിൾ ഷോപ്സ്, ഇറ്റ്സ് മെറിറ്റ്സ്, ഫീച്ചേഴ്സ്, ലിമിറ്റേഷൻസ്. അപ്പം ഡിപ്പാർട്ട്മെന്റൽ സ്റ്റോറും മൾട്ടിപ്പിൾ ഷോപ്പും തമ്മിലുള്ള വ്യത്യാസം എന്തെല്ലാമാണ്, അവയുടെ ഫീച്ചേഴ്സ്, സവിശേഷതകൾ എന്തെല്ലാമാണ്, മെറിറ്റ്സ്, മേന്മകൾ എന്തെല്ലാമാണ്, ലിമിറ്റേഷൻസ്, പോരായ്മകൾ എന്തെല്ലാമാണെന്നും പഠിക്കുക. സെക്കൻഡ് ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ദ റോൾ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി അസോസിയേഷൻസ് ഇൻ പ്രൊമോഷൻ ഓഫ് ഇന്റേണൽ ട്രേഡ്. അതായത് ആഭ്യന്തര കച്ചവടത്തിന്റെ പ്രൊമോഷനിൽ കൊമേഴ്സിനും ഇൻഡസ്ട്രിയുടെയും പങ്ക് എന്തെല്ലാമാണെന്നും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ടതാണ്, ഇമ്പോർട്ടന്റ് ആണ്. തേർഡ് ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ദ സർവീസസ് റെന്റഡ് ബൈ ഹോൾസെയിലേഴ്സ് ടു പ്രൊഡ്യൂസേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ് ടു റീറ്റെയിലേഴ്സ്. അതായത് ഹോൾസെയിലർ പ്രൊഡ്യൂസർക്ക് നൽകുന്ന സേവനങ്ങൾ എന്തെല്ലാമാണ്, അതുപോലെ തന്നെ ഹോൾസെയിലർ റീറ്റെയിലർക്ക് നൽകുന്ന സേവനങ്ങൾ എന്തെല്ലാമാണെന്നും മനസ്സിലാക്കിയിരിക്കുക. 11th ചാപ്റ്റർ ഇന്റർനാഷണൽ ബിസിനസ്. ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പ്രധാനപ്പെട്ട 2 ക്വസ്റ്റ്യൻസ് ആണ് പഠിക്കാനുള്ളത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഡിഫറൻസ് ബിറ്റ്വീൻ ലൈസൻസിങ് ആൻഡ് ഫ്രാഞ്ചൈസിങ്, മെറിറ്റ്സ് ആൻഡ് ലിമിറ്റേഷൻസ്. അപ്പോൾ എന്താണ് ലൈസൻസിങ് എന്നും എന്താണ് ഫ്രാഞ്ചൈസിങ് എന്നും അവയുടെ മേന്മകളും പോരായ്മകളും പഠിച്ചിരിക്കേണ്ടതാണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ ഡൊമസ്റ്റിക് ബിസിനസ് ആൻഡ് ഇന്റർനാഷണൽ ബിസിനസ്. ഡൊമസ്റ്റിക് ബിസിനസ്സും അതുപോലെ തന്നെ ഇന്റർനാഷണൽ ബിസിനസ്, അതായത് ആഭ്യന്തര ബിസിനസ്സും അതുപോലെ തന്നെ അന്താരാഷ്ട്ര ബിസിനസ്സും തമ്മിലുള്ള വ്യത്യാസം എന്തെല്ലാമാണെന്നും പഠിച്ചിരിക്കേണ്ടതാണ്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ കൂടാതെ അഡീഷണൽ ആയിട്ട് നിങ്ങൾ ഒരു ക്വസ്റ്റ്യൻ കൂടെ നോക്കി വെച്ചിരിക്കുക. ക്വസ്റ്റ്യൻ ഇതാണ്: ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് IMF. അതായത് ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ടിന്റെ ഒബ്ജക്റ്റീവ്സ്, ലക്ഷ്യങ്ങൾ എന്തെല്ലാമാണ്, IMFന്റെ ലക്ഷ്യങ്ങൾ എന്തെല്ലാമാണെന്നും പഠിച്ചു വെച്ചിരിക്കുക. ഓക്കെ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് +1 ബിസിനസ് സ്റ്റഡീസിന്റെ മോഡൽ എക്സാമിന് നിങ്ങൾ ഉറപ്പായും പഠിച്ചിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട സ്റ്റഡി മെറ്റീരിയൽ നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ ഡിസ്ക്രിപ്ഷൻ കമന്റ് ബോക്സിലും നമ്മുടെ വാട്സ്ആപ്പ് ടെലിഗ്രാം ഗ്രൂപ്പിൽ ലിങ്ക് ഞാൻ കൊടുത്തിട്ട് നിങ്ങൾക്ക് അവിടെ ജോയിൻ ചെയ്ത് നോട്ട്സ് കളക്ട് ചെയ്യാനാണ്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാൻ. ഇറ്റ്സ് മീ വിവേക് വിജയൻ സൈനിങ് ഓഫ്. ഓക്കെ, താങ്ക് യു.